അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ള സഹോദരങ്ങളെ, വളരെ ആധികാരികമായ പ്രമാണബദ്ധമായ 2 വിഷയാവതരണങ്ങൾ ഇവിടെ കഴിഞ്ഞു. നമ്മൾ സാധാരണ ഈ ഹദീസ് എന്നൊക്കെ പറയുമ്പോൾ പല ആളുകളും, ഒരുപക്ഷെ ഈ സദസ്സിലുള്ള പലരും അതിന് നമ്മൾ ഈ ഒരു വിഷയാവതരണത്തിന് മുമ്പ് ഇത്ര സീരിയസ് ആയി കണ്ടിട്ടുണ്ടോ എന്ന് നമ്മൾ തന്നെ ഒന്ന് ആലോചിച്ചാൽ മതി. ഈ ഒരു വിഷയം പഠിക്കണം എന്ന് പറയാൻ കാരണം, ഇന്നൊക്കെ ഈ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് കാര്യങ്ങൾ നബി പറഞ്ഞു എന്ന് പറഞ്ഞ് ഇങ്ങനെ അടിച്ചു വിടുകയാണ്. അതിനൊരു മടിയില്ല. അപ്പോൾ നമ്മളൊക്കെ പാവം സഹോദരിമാർ ഇതൊക്കെ റസൂലുള്ളാഹി പറഞ്ഞാണെന്ന് വിചാരിച്ചിട്ട് അമലിങ്ങനെ ചെയ്യും, എല്ലാം ബാത്തിലായിപ്പോവും. അപ്പോൾ ഒരു ഹദീസ് ശരിക്കും നമ്മൾ പരിഗണിക്കുമ്പം എത്രമാത്രം അതിൻ്റെ ആധികാരികത ഉറപ്പുവരുത്തണമെന്ന് ശരിക്ക് മനസ്സിലാക്കി തരുന്ന ഒരു ക്ലാസ്സാണ് നമ്മളെ PN അബ്ദുറഹ്മാൻ അബ്ദുൽ ലത്തീഫിൻ്റെ കഴിഞ്ഞത്. അതിനുശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിന് വേണ്ട പരിഗണന കൊടുക്കാതെ മാനസികമായ ചെറിയൊരു വെറുപ്പെങ്കിലും അതിനോട് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു പരിഹാസ മനോഭാവം വന്നാൽ എത്ര വലിയ ഫിത്നയിൽ നമ്മൾ അകപ്പെടും എന്നുള്ളതും കുറഞ്ഞ നേരം കൊണ്ട് അബൂബക്കർ സലഫി നമ്മൾക്ക് പറഞ്ഞു തരികയുണ്ടായി. ഇൻഷാ അല്ലാഹ് ഇതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു ഹദീസ് സെമിനാറൊക്കെ നടക്കുമ്പോഴാണ് നമുക്കിങ്ങനെയുള്ള വിഷയങ്ങൾ പഠിക്കാൻ പറ്റുക. മറ്റൊരു സമ്മേളനത്തിൽ ഒരുപക്ഷെ ഇങ്ങനെ കഴിഞ്ഞോളണമെന്നില്ല. അതുകൊണ്ട് ഇവിടെ നടക്കുന്ന സംസാരങ്ങൾ അത് നിസ്സാരമല്ല, വളരെ പ്രധാനപ്പെട്ടതാണ്. അള്ളാഹിൻ്റെ റസൂലിനോട് നമുക്ക് സ്നേഹമുണ്ടെന്ന് പറഞ്ഞാൽ ഹദീസുകൾ പഠിച്ചും അത് ജീവിതത്തിൽ പകർത്തിയാണ് ആ സ്നേഹം നമ്മൾ പ്രകടിപ്പിക്കേണ്ടത്. തീർച്ചയായും ഇന്നത്തെ നമ്മുടെ ഈ ഒരു സെഷൻ, ഈ ഒരു പരിപാടി ഇവിടെ കഴിയുമ്പോൾ ഒരുപാട് അറിവുകളുമായി നമുക്ക് മടങ്ങാൻ സാധിക്കും. അതിലേക്കുള്ള ഒരു കവാടം കൂടിയാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ നമ്മുടെ ഈ പാനൽ ഡിസ്കഷൻ. അതിലേക്ക് നമ്മുടെ ഷഫീഖ് മോങ്ങത്തെയും നിയന്ത്രിക്കാൻ ഷഫീഖ് മോങ്ങത്തെയും ഇൻഷാ അല്ലാഹ് അതിന് സാന്നിധ്യം അരുളുവാൻ അബൂബക്കർ സലഫിയും ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ സുമ്മസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻ ഇസ്തന്ന ബിസുന്നതിഹി ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, സൂചിപ്പിക്കപ്പെട്ട പോലെ ഹദീസിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും അത് സ്വീകരിക്കുന്നതിൻ്റെ അനിവാര്യതയെക്കുറിച്ചുമൊക്കെ നമ്മൾ ചർച്ച ചെയ്തു. ഇനി ഈ വിഷയമായിട്ട് പ്രധാനമായും ചർച്ച ചെയ്യപ്പെടുന്ന ചില കാര്യങ്ങളാണ് ബിഇദ്നില്ലാഹ് ഇവിടെ നമ്മൾ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു. പലപ്പോഴും ഹദീസ് സ്വീകരിക്കുന്നതിൻ്റെ പ്രാധാന്യതയെക്കുറിച്ച് നമ്മൾ ഒരുപാട് കേട്ടെങ്കിലും അതിൻ്റെ ഒരു മറുവശമായി ഇൻകാറു സുന്ന, അല്ലെങ്കിൽ സുന്നത്തിനെ നിഷേധിക്കുക, ഹദീസിനെ നിഷേധിക്കുക എന്ന് നമ്മൾ പല വിഭാഗങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ പല ആളുകളിൽ നിന്ന് ഇതങ്ങോട്ടും ഇങ്ങോട്ടും ആരോപിക്കുന്നതും, അതുപോലെ തന്നെ അവർ ഹദീസ് നിഷേധികളാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹദീസൊന്നും പറ്റൂല, ഇങ്ങനെ പല വാദങ്ങളൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. ഇവിടെ ഉസ്താദിനോട് നമ്മൾ ചോദിക്കുന്നത്, എന്താണ് ഹദീസ് നിഷേധിക്കുക എന്നുള്ളത് കൊണ്ട് എന്താണ് യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത്? ഒരു ഹദീസ് ഇപ്പോൾ നേരത്തെ സലാം സുലൈ ഇവിടെ സംസാരിച്ചപ്പോൾ പറഞ്ഞു, വാട്സപ്പിൽ എന്തെങ്കിലുമൊക്കെ വരുന്ന പല ഹദീസുകളും അതൊക്കെ കണ്ടിട്ട് ആളുകൾ എന്ത് ചെയ്യുന്നു, അത് വെച്ചിട്ട് അമൽ ചെയ്യുന്നു. അപ്പോൾ അതിനെ നിഷേധിച്ചാൽ അത് ഹദീസ് നിഷേധമാണോ? അത് എന്താണ് ഈ ഹദീസ് നിഷേധിക്കുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് ഒന്ന് വ്യക്തമാക്കിയാൽ നന്നാവുന്നു. ഹദീസ് നിഷേധം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ പണ്ഡിതന്മാർ മാനാ മുഹമ്മദ് റസൂലില്ല എന്നതിൻ്റെ ഒരു അർത്ഥം പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞല്ലോ എന്ന് തോന്നണം. അതായത് നമ്മൾ ഷഹാദത്ത് കലിമ രണ്ടാമത്തെ വാചകം അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്നാണല്ലോ. മുഹമ്മദ് അള്ളാഹുവിൻ്റെ ദൂതനാണ് എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. അപ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം? ഈ 4 അർത്ഥമാണ് പറഞ്ഞിട്ടുള്ളത്. അത് അംഗീകരിച്ചെങ്കിൽ ഒരാൾ ഷഹാദത്ത് കലിമ ചൊല്ലി അതിൽ അർത്ഥമുള്ളൂ. അതിലൊന്ന് അൽ-ഇൽത്തിസാം ബിമാ അമർ, നബി എന്ത് പറഞ്ഞു അത് ജീവിതത്തിൽ പകർത്തുക, അതാണ് ഒന്ന്.
മറ്റൊന്ന് വൽ ഇജ്തിനാബ് അമ്മാ നഹാ അൻഹു, നബി എന്താണോ വിലക്കിയത് അത് ഒഴിവാക്കുക. മൂന്നാമത്തെ അത്തസ്ദീഖ് ബിമാ അഖ്ബർ, റസൂൽ എന്ത് പറഞ്ഞു അത് സത്യപ്പെടുത്തുക. മറ്റൊന്ന് അല്ലാ നഅ്ബുദല്ലാഹ ഇല്ലാ ബിമാ ശറഅ, നമുക്ക് അള്ളാഹ്ക്ക് ഇബാദത്ത് എടുക്കുമ്പോൾ നബി വരച്ച് കാണിച്ച രൂപത്തിൽ ഇബാദത്ത് എടുക്കുക. ഇത് നാലും തെറ്റാൻ പാടില്ല. ഇതൊക്കെ തെറ്റിച്ചാൽ അതെന്താണെന്നറിയാം, ഈ ഷഹാദത്ത് കലിമയ്ക്ക് എതിരായി വരും. റസൂല് പറഞ്ഞ ജീവിതത്തെ പകർത്താൻ തയ്യാറില്ല, റസൂല് വിലക്കിയത് ഒഴിവാക്കാനും തയ്യാറില്ല, നബി പറയുന്നത് സത്യപ്പെടുത്തുന്നില്ല. പിന്നെ ഇബാദത്തിൽ നമ്മൾ പറയും ഇത്തിബാവാണെന്ന്, ഇതുപോലെ തോന്നിയ മാതിരി ഇബാദത്ത് ഉണ്ടാക്കുക നല്ലതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഏത് രൂപത്തിലാണെങ്കിലും ഇതിന് തെറ്റിയാൽ എങ്ങനെ ചില അബദ്ധങ്ങൾ ചിലർക്ക് വരും, അത് മനഃപൂർവ്വമല്ല, അബദ്ധങ്ങൾ ചിലത് വരും. അപ്പോൾ അങ്ങനെയുള്ളവരെ ഹദീസ് നിഷേധി നമ്മൾ പറയില്ല, അതറിയാത്തത് കൊണ്ടാണ്. നേരെ മറിച്ച് അയാൾക്ക് അങ്ങനെ അബദ്ധം പറ്റിയപ്പോൾ അതല്ല ഇതിൻ്റെ ശരി, ഇങ്ങനെയാണ് ശരി എന്ന് പറഞ്ഞു കൊടുത്തിട്ട് ധിക്കാരപൂർവ്വം അതിൽ തന്നെ ശഠിച്ചു നിൽക്കുകയാണെങ്കിൽ അടപ്പറ്റിയുള്ള വിധി മാറും. വേറെ ചില, ഞാൻ തുടക്കത്തിൽ നേരത്തെ പറഞ്ഞു, ചില ഹദീസുകൾക്കെതിരെ വളരെ അപൂർവമാണല്ലോ, അപൂർവം ഹദീസുകളെ പറ്റി രണ്ട് അഭിപ്രായങ്ങളുണ്ടാകും. അപ്പോൾ ഒരു അഭിപ്രായം അനുസരിച്ച് ഒരാൾ പോവും, വേറെ ഒന്നിങ്ങനെയും പോകും. അവർക്ക് അങ്ങനെ മനസ്സിലായി ഹദീസ് തള്ളുന്നവരല്ല രണ്ടുപേരും. ഇപ്പോൾ ഒരൊറ്റ ഉദാഹരണം പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ച് സഹാബികളോട് പറഞ്ഞു, ഒരു വഴിക്ക് പറഞ്ഞയച്ചിട്ട്, നിങ്ങൾ ബനൂ ഖുറൈളയിലെത്തിയിട്ട് അസർ നിസ്കരിക്കാവുന്നു. അപ്പോൾ അവരിങ്ങനെ പോകുമ്പോൾ അസറിൻ്റെ സമയം ഇങ്ങനെ തെറ്റുന്നുണ്ട്. പക്ഷെ നബി പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ അവിടെ എത്തിയിട്ടേ നിസ്കരിക്കാവൂ. പക്ഷെ അവിടെ എത്താൻ നിന്നാൽ മഗ്‌രിബിൻ്റെ ടൈം തെറ്റും. അപ്പോൾ ഒരു കൂട്ടർ എന്ത് ചെയ്തു, നമ്മൾ ഇവിടെ നിസ്കരിക്കുക, അവിടെ നിസ്കരിച്ചു. മറ്റേ കൂട്ടർ പറഞ്ഞു നബി പറഞ്ഞു കൊടുത്തുക എന്ന് പറഞ്ഞു. അവർ അവിടെ എത്തി, അവരത് കളാക്കിയിട്ടാണ് നിസ്കരിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അടുത്ത പ്രശ്നം പറഞ്ഞപ്പോൾ രണ്ട് കൂട്ടർ നബി ആക്ഷേപിച്ചിട്ടില്ല എന്നാണ്. കാരണം മറ്റൊരു നബി പറഞ്ഞതിൻ്റെ ഉദ്ദേശം നമ്മൾ വേഗം പോകണം എന്നാണ്. ബനൂ ഖുറൈള എത്തിയിട്ട് അസംസ്കരിക്കാവെന്ന് പറഞ്ഞ് അതിൻ്റെ ഉദ്ദേശത്തായിരിക്കും നബി വേഗം പോകണം. മറ്റൊരാ പദത്തിൽ നിന്ന് രണ്ട് കൂട്ടരും നബി എന്ത് പറഞ്ഞു ചോദ്യം ചെയ്യാതെ വിശ്വസിക്കുന്നവരാണ്. പക്ഷെ മനസ്സിലായത് രണ്ട് രൂപത്തിലാണ്. അങ്ങനെ ഉണ്ടാവും. ഇത് വെച്ചിട്ട് ചില ഹദീസ് നിഷേധികൾ തെളിവാക്കില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് അപ്പോൾ അവരങ്ങനെ പറഞ്ഞത് ആ ഹദീസിനെതിരെ ഒരു നിന്നില്ലേ, അതല്ല ഇന്നത്തെ ഹദീസ് നിഷേധം. പിന്നെയോ അതെനിക്ക് താല്പര്യമല്ല, അത് ഞാൻ അംഗീകരിക്കൂല, അതിന് പല കാരണങ്ങളും പറഞ്ഞിട്ട് ഒഴിവാക്കും. അപ്പോൾ ഹദീസ് നിഷേധം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ ഇന്ന ഹദീസ് തള്ളിയിരിക്കുന്നു എന്ന് പറയൽ മാത്രമല്ല കേട്ടോ. ചിലപ്പോൾ ഹദീസിൻ്റെ ആശയം വ്യക്തമായി മനസ്സിലാക്കിയിട്ടും അതിനെ ദുർവ്യാഖ്യാനം ചെയ്യുകയോ അല്ലെങ്കിൽ അതിനെ തള്ളുകയോ, അതിന് വേറെ കാരണങ്ങൾ പറഞ്ഞാലും മതി, വേറെ കാരണങ്ങൾ പറഞ്ഞിട്ട് ചിലർ തള്ളും, ചില വ്യാഖ്യാനിക്കുക എന്നൊക്കെ പറയും. വാസ്തവത്തിൽ ദുർവ്യാഖ്യാനിയായിരിക്കും. ഒക്കെ കേട്ടാൽ തന്നെ മനസ്സിലാവും അവർക്ക് ഹദീസിനോട് താല്പര്യം ഉണ്ടാവില്ല. പൂർവികരൊക്കെ ഹദീസിനെ മനസ്സിലാക്കിയ രൂപത്തിലല്ലാതെ അവരെ തന്നിഷ്ടത്തിനനുസരിച്ചിട്ട് അവരെന്ത് ചെയ്യും, അതിന് വ്യാഖ്യാനം കൊടുക്കും. അപ്പോൾ നേർക്കുന്നേരം അവർ തള്ളി എന്ന് പറയാൻ പറ്റില്ലെങ്കിലും എന്നാൽ അവർ തള്ളു തന്നെയാണ്. ഹദീസ് നിഷേധം പല രൂപം വരും. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ മഅനാ മുഹമ്മദ് റസൂലുള്ളാഹി എന്ന ആശയത്തിനെതിരായി നിൽക്കുന്നതൊക്കെ ഒരു നിലക്ക് ഹദീസ് നിഷേധമാണ്. എന്നാൽ അബദ്ധം കൊണ്ടോ മറ്റോ ഒക്കെ വരുമ്പോൾ അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. എന്നിട്ടും അതിൽ ശഠിച്ചു നിൽക്കുമ്പോഴാണ് അവിടെ ഹദീസ് നിഷേധമായി മാറുക. വല്ലാഹു അഅലം ഉള്ള ചുരുക്കിയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ജസാക്കുമുല്ലാഹു ഖൈർ. അപ്പോൾ അബദ്ധം ഒരാൾക്ക് സംഭവിച്ചാൽ അത് ഹദീസ് നിഷേധമല്ല. അതേപോലെ തന്നെ വീക്ഷണ വ്യത്യാസങ്ങൾ ഉണ്ടാവുക എന്നുള്ളതും ഹദീസ് നിഷേധിക്കുക എന്നുള്ളതല്ല. പക്ഷേ പിന്നെ പലപ്പോഴും ഇതിന് കാരണങ്ങളായിട്ട് പറയാറുള്ളത്, പൊതുവെ കേൾക്കാറുള്ള ചിലതാണ്, ബുദ്ധിക്കെതിരാണ് ഈ ഹദീസ്, അതല്ലെങ്കിൽ വളരെ ഒന്നുകൂടി ഗൗരവത്തിൽ പറയാം ഖുർആനിനെതിരാണ് ഈ ഹദീസ്, അതല്ലെങ്കിൽ പിന്നെ അഖീദക്ക് ഇങ്ങനത്തെ ഹദീസുകളൊന്നും സ്വീകരിക്കാൻ പറ്റൂല. ഇങ്ങനെയുള്ള വാദങ്ങളൊക്കെ ഇതൊക്കെ ഹദീസ് നിഷേധിക്കുന്നതിൽ ഉൾപ്പെടുമോ? സത്യത്തിൽ ഇതൊക്കെ നേരത്തെ പറഞ്ഞ ന്യായമാണ്. ഇതൊക്കെ തന്നെയാണ് ഹദീസ് നിഷേധം എന്ന് പറഞ്ഞാൽ ബുദ്ധിക്കെതിരാണെന്ന് പറയാം. അതുകൊണ്ടാണ് തള്ളുന്നത്. ന്യായം പറയാണ് ഈ ഹദീസ് ബുദ്ധിക്കെതിരാണ്. അപ്പോൾ അത് പിൽക്കാലത്ത് വന്നൊരു പ്രശ്നമാണ്. പഴയ കാലത്തുണ്ടായിരുന്നില്ല. സലഫിൻ്റെ മാർഗത്തിൽ അവരുടെ ജീവിതം എടുത്ത് നോക്കിയാൽ കാണൂല. പിൽക്കാലത്ത് മുഅ്തസില അങ്ങനെ ചില കക്ഷികൾ വന്നല്ലോ, അവരാണ് പറയുന്നത് ബുദ്ധിക്കെതിരാണ് ചില ഹദീസുകൾ.
അതുകൊണ്ട് ഞങ്ങൾ തള്ളുന്നു. വേറെ ചിലർ പറയും ഈ ഹദീസ് നിങ്ങൾ സ്വീകരിക്കൂല. എന്താ കാരണം ചോദിച്ചാൽ അത് വിശ്വാസമാണ് അതിലുള്ളത്, അത് സ്വീകരിക്കൂല പറയും. വേറെ ചിലർ നിങ്ങളുടെ ആ ഹദീസ് എന്ത് തള്ളിയെന്ന് വെച്ചാൽ അവർ പറയും അത് ഖുർആനെതിരാണ് എന്ന് പറയും. ഇതൊക്കെ അവരുടെ ന്യായങ്ങളാണ്. അപ്പോൾ പ്രത്യക്ഷത്തിൽ ആ നിലക്ക് അവർ ഹദീസ് നിഷേധികൾ പറയാൻ ചിലർക്ക് ബുദ്ധിമുട്ടാവില്ല. അങ്ങനെ പറഞ്ഞാൽ അവർ വളഞ്ഞ ന്യായം ഉണ്ടാക്കുകയാണ്. വാസ്തവത്തിൽ ഇതൊക്കെ അബദ്ധമാണ്. ബുദ്ധിക്കെതിരാവുക എന്നുള്ള സത്യത്തിൽ ഉണ്ടാവില്ല. ഏത് ഹദീസ് സഹിയ ഹദീസ് ബുദ്ധിക്കെതിരാവുക എന്ന് പറഞ്ഞ് ഉണ്ടാവില്ല. ശരി, അതതിൻ്റെ വസ്തുതയാണ്, അത് ഉണ്ടാവില്ല. പിന്നെ പണ്ഡിതന്മാർ പറയുന്നത് ബുദ്ധിനെ അത്ഭുതപ്പെടുത്തുന്നുണ്ടാവും. അതെന്താ നമുക്ക് തോന്നിപ്പോകും ചിലത്. പക്ഷെ അവിടെയാണ് നമ്മുടെ ഈമാൻ നമ്മൾ കാണിക്കേണ്ടത് കേട്ടോ. അത് ശ്രദ്ധിക്കല്ലാരും. ഇത് എല്ലാവരും ഇപ്പം അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ചുകൊണ്ടുവന്നവൻ മുസ്ലിം അല്ല എന്ന് പറഞ്ഞാൽ അത് എല്ലാവരും അംഗീകരിക്കും. അത് മുസ്ലിങ്ങളല്ലാത്തവരും സംഭവിക്കും. വളരെ നല്ല ആശയമൊക്കെ പറയും. അപ്പോൾ അത് അംഗീകരിക്കാൻ നമ്മൾ മാത്രം വേണ്ട, എല്ലാവരും അംഗീകരിക്കും. എന്നാൽ ബുദ്ധി അത്ഭുതപ്പെടുത്തുന്ന ചില വിഷയങ്ങളുണ്ട്. അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമ്മുടെ ഈമാൻ തെളിയിക്കേണ്ടത്. ഇപ്പോൾ ഏതുപോലെ ഇസ്രാ മിഅ്റാജ് ഒരു ഉദാഹരണം പറയും. അത് കേട്ടാൽ ബുദ്ധിക്കെതിരാന്ന് തോന്നിയല്ല ചിലർക്ക്. അതുകൊണ്ട് ചിലർ മുർത്തദ്ദായി എന്ന് പറയുന്നുണ്ട്. 2 മാസത്തെ വഴി ദൂരമുള്ള ബൈത്തുൽ മുഖദ്ദസ്ക്ക് രാത്രിയോടെ ഏതാനും ചില അംശങ്ങൾ കൊണ്ടുപോയി വന്നു എന്നാണ് റസൂൽ തിരുമേനി പറയുന്നത്. അപ്പോൾ ശത്രുക്കൾക്ക് നല്ലൊരു ആയുധം കിട്ടി, ഒരു വസ്വാസം ഉണ്ടാക്കിയത് വെച്ചിട്ട് എന്തൊക്കെയാണ് നിങ്ങളുടെ നബി പറയണേ, ഇതൊക്കെ അംഗീകരിക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞു. അപ്പോൾ ചിലർ മുർത്തദ്ദായി സഹിയായ ചില പരമ്പരയോടെ തന്നെ കാണുന്നുണ്ട്. അപ്പോൾ വലിയൊരു പാഠമാണത്. ഇത് കേട്ടപ്പോൾ അബൂജഹലും കൂട്ടനും വലിയ പ്രതീക്ഷ അബൂ സിദ്ദീഖിൻ്റെ അടുത്ത് വന്നു. നബി എന്ത് പറഞ്ഞാലും വിശ്വസിക്കുന്ന ആളെന്നാൽ ഇത് അദ്ദേഹത്തിന് വസ്വാസം ഉണ്ടാക്കാമെന്ന് അവർക്ക് തോന്നിയത് കൊണ്ടാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന് എൻ്റെ ആൾ പറഞ്ഞു കേട്ടോ എന്താ ചോദിച്ചു. ബൈത്തുൽ മുഖദ്ദസ് പോയി നിർത്തുന്നില്ല രാത്രി. അപ്പോൾ അദ്ദേഹം ഉറപ്പുവരുത്തി. അങ്ങനെ നബി എന്നെ പറഞ്ഞു എന്നാൽ അതല്ല, അതിനപ്പുറം വിശ്വസിക്കും ഞാൻ. കാരണം നിത്യവും 7 ആകാശത്തിൻ്റെ മുകളിൽ നിന്ന് നബിക്ക് സന്ദേശം കിട്ടുമെന്ന് വിശ്വസിക്കുന്ന എനിക്ക് ബൈത്തുൽ മുഖദ്ദസ് പോയി നബി വന്നതാണ് വിശ്വസിക്കുക ഒരു പ്രയാസമില്ല. അങ്ങനെയാണ് അദ്ദേഹത്തിന് സിദ്ദീഖ് എന്നുള്ള പേര് കിട്ടിയിരുന്നത്. സിദ്ദീഖ് ഒക്കെ സത്യപ്പെടുത്തുന്നവൻ, ഇങ്ങനെയാണ് സിദ്ദീഖ് എന്നുള്ള പേര് കിട്ടി. അദ്ദേഹത്തെ പറ്റി നബി ഒരു സംഭവം കൂടി ഞാൻ പറഞ്ഞുതരാം. സഹീഹ് ബുഖാരിയിലൊക്കെ ഉള്ളതാണ്. നബി തിരുമേനിക്ക് മുമ്പുള്ള ഒരു സംഭവം പറയണം. ഒരാളിങ്ങനെ പശുവിനെ തെളിച്ച് പോകുമ്പോൾ അയാൾക്ക് തോന്നിയ പശുവിൻ്റെ മേലെ കയറിയിരിക്കണം. അതൊരു കയറിയിരുന്നു അയാൾ. അപ്പോൾ ആ പശു അയാളിലേക്ക് നോക്കിയിട്ട് സംസാരിച്ചു, ഞങ്ങൾ വാഹനമായി സൃഷ്ടിക്കപ്പെട്ടവരല്ല, ഞങ്ങൾ കൃഷിക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരാണ്. ഇത് കേട്ടപ്പോൾ പെട്ടെന്ന് സഹാബികൾ സുബ്ഹാനല്ലാഹ്, ആ ബുദ്ധിനെ അത്ഭുതപ്പെടുത്തുന്നത്. കാരണം പശു സംസാരിക്കുക എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് പെട്ടെന്ന് തോന്നൂല ഇങ്ങനെ ഒരു അത്ഭുതം, ഇപ്പം എന്താ? അപ്പോൾ റസൂലിൻ്റെ മറുപടിയാണ് നമ്മൾ അത്ഭുതപ്പെടുത്തേണ്ടത്. ഇന്നി ഊമിനു ബിഹാദ, ഇതിൽ ഞാൻ വിശ്വസിക്കും. നബി പറയാം. എന്താ അങ്ങനെ പറയണത്? നബിയും കണ്ടിട്ടില്ല പശുവിനെ സംസാരിക്കണത്. പിന്നെ വഹീല കിട്ടിയ നബി അങ്ങനെ അംഗീകരിക്കും. അത് തന്നെ അള്ളാഹ് പറഞ്ഞെടുത്താണ്. അള്ളാഹ്ക്ക് വല്ല പണിയാണ്. നമ്മളെ വായനോട് സംസാരിപ്പിച്ച അള്ളാഹു പശുവിനെ സംസാരിപ്പിക്കാൻ വിചാരിച്ച അള്ളാഹ്ക്ക് വല്ല പ്രശ്നമുണ്ടാവും. നാളെ പരലോകത്ത് നമ്മുടെ കൈയും കാലും സംസാരിക്കുക. നമ്മുടെ തൊലികളൊക്കെ ആ കൈയും കാലും തൊലികൾ പലതും സംസാരിക്കുന്നതൊക്കെ പറഞ്ഞിട്ടില്ലേ? ഇനി നമ്മൾ ഇവിടുന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എന്നതുപോലെ നബി പറഞ്ഞു ഞാൻ വിശ്വസിക്കും. പിന്നെ പറയാം അന അബൂബക്കർ ഉമർ വമാഹുമാ സമ്മ. ഇത് പറഞ്ഞത് കേട്ടാൽ ഞാനും വിശ്വസിക്കും, അബൂബക്കർ സിദ്ദീഖും വിശ്വസിക്കും, ഉമറും വിശ്വസിക്കണം. നിങ്ങളൊക്കെ അതുപോലെ തന്നെയാണ്. നബിയുടെ വാലിൽ നിന്ന് കേട്ടു വന്നാൽ അതിനെ അത്ഭുതപ്പെട്ടതുപോലെ നബിക്ക് ഇഷ്ടമായിട്ടില്ല. അത് ഉടനെ സമീന വാത്തന. അതാണ് വലിയ ബുദ്ധി എന്ന് പറയണത്. നമ്മൾ വലിയ ബുദ്ധിയായിട്ട് ഹദീസിനെ എതിർക്കണ ബുദ്ധിയായിട്ട് പറയല്ലേ, അതല്ല ശരിക്കുള്ള ബുദ്ധി. ഖുർആൻ പറഞ്ഞിട്ടില്ലേ, അവർ റാസിഖൂന ഫിൽ മതത്തിൽ നല്ല ആഴമുള്ള വിവരമുള്ളവർ യഖൂലുൻ, അവരെന്താ പറയുക, കുല്ലും മിൻ ഇൻദി റബ്ബിന, ഇതൊക്കെ നമ്മുടെ റബ്ബിങ്കിൽ നിന്നുള്ളതാണ്. പിന്നെ വമാ യദ്ദക്കറു ഇല്ല ഉലുൽ അൽബാബ്, ലുബുള്ള ബുദ്ധിയുള്ളവരെ കാര്യങ്ങൾ ശരിക്കും മനസ്സിലാവും. ബുദ്ധിയുള്ളവരെന്ത് ചെയ്യും? ആകാശം നിറക്കപ്പെട്ട 2 വഹയും ചോദ്യം ചെയ്യാതെ വിശ്വസിക്കലാണ് ഏറ്റവും വലിയ ബുദ്ധി എന്ന് പറയുന്നത്. അപ്പോൾ ചിലതുള്ള എന്ത് ചെയ്യും? ചില പരീക്ഷണം എന്നുള്ള നിലക്ക് ചില ആൾക്കാരെ, ഉദാഹരണത്തിന് പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞു, വമാ ജഅൽന റുയല്ലത്തി അറൈനാക ഇല്ലാ ഫിത്നത്തൽ ലിന്നാസ് വശജറത്തൽ മൽഊനത ഫിൽ ഖുർആൻ. താങ്കൾക്ക് നമ്മൾ കാണിച്ചു തന്ന ആ കാഴ്ച ഇസ്രാ മിഅ്റാജിന്റെ സംഭവമാണ്. പിന്നെ നരകത്തിൻ്റെ അടിയിൽ നിന്ന് മുളച്ചു കയറുന്ന ഒരു മരമാണ് സഖൂം എന്ന മരം. ഇതൊക്കെ ഫിത്ന ആക്കി ചില ആൾക്കാർ. ഇതൊക്കെ വരുമ്പോൾ ചിലരെന്ത് ചെയ്യും?
മതം അതിനെ പരിഹസിക്കും. ഇങ്ങനെയുള്ള ഒരു പറഞ്ഞു ഇതെന്താ ഖുർആനിലെ വൈരുദ്ധ്യം. ഒരു ഭാഗത്തുനിന്ന് പറയാം നരകത്തിലെ ചൂട് ഈ ദുനിയാവിലെ ചൂടിനേക്കാൾ 69 ഇരട്ടിയുണ്ടെന്ന് പറയാം. എന്നിട്ട് ആ നരകത്തു നിന്ന് ഒരു മരം മുളച്ചു വരുത്തത് ഞങ്ങളുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ആര് സത്യനിഷേധികൾ പറയും ഇതെന്നെ പരീക്ഷണമാക്കുക എന്ന് പറഞ്ഞു. ഇത്തരം വിഷയങ്ങൾ ബുദ്ധിനെ അത്ഭുതപ്പെടുത്തുന്നത് ചിലത് കാണുമ്പോൾ അവിടെയല്ലേ നമ്മൾ സമീനാവാത്തതിനാ പറയണ്ടേ? അല്ല, എല്ലാവരും അംഗീകരിക്കണം, നമ്മളും അംഗീകരിക്കണം. എന്ത് പ്രത്യേകത നമുക്കുള്ളത്? അത് സത്യനിഷേധികൾ പോലും അംഗീകരിക്കും. അപ്പോൾ ഒക്കെ അങ്ങനെയുണ്ട്. ചിലത് അങ്ങനെയാണ്. ഇപ്പോൾ സുലൈമാൻ നബിയെ പറ്റി നിങ്ങൾ കേട്ടിട്ടില്ലേ? അദ്ദേഹം മരിച്ചിട്ട് മാസങ്ങൾ കഴിഞ്ഞിട്ടും ആരും അറിയുന്നില്ല. അവസാനം അദ്ദേഹത്തിന് ഊന്നുവടി ചെതല് തിന്ന് അവസാനം ആ ഊന്നുവടി അങ്ങ് വീണ് പോയപ്പോൾ അദ്ദേഹം വീണപ്പോഴാണ് ജിന്നുകൾക്ക് മനസ്സിലായി നമ്മൾ വെറുതെ ഇദ്ദേഹത്തെ പിടിച്ച് കുറേ പണിയെടുത്തു, ഇദ്ദേഹം മാസങ്ങൾക്ക് മുമ്പ് മരിച്ചു പോയിരുന്നു. പക്ഷെ ഇത് ഖുർആനിൽ ഇതുപോലെ ഇഷ്ടം പോലെ ഉണ്ട്. മനസ്സിലായി? ഇത് ഖുർആനിൽ പറഞ്ഞതാണ് സുലൈമാൻ നബിയെ പറ്റി. അപ്പം ഇങ്ങനെയൊക്കെ ഒരുപാട് അത്ഭുതങ്ങളുണ്ട്, അത് അനേകം ഉണ്ടാവും. മനസ്സിലായോ? അപ്പം ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ആ നേരം നമ്മൾ ഇത് രണ്ടും വഹയല്ലേ, അങ്ങനെ തന്നെ സ്വീകരിക്കുക. അപ്പോഴേ നമ്മൾ ആരും സുന്നിയാവുള്ളൂ കേട്ടോ. പിന്നെ പറഞ്ഞു ഇവിടെ അഖീദന്റെ വിഷയം പറഞ്ഞു. ഇവിടെ അഖീദ ഇവിടെ വാദി വിധേയ കക്ഷികളൊക്കെ ഒരുപാട് തള്ളിയിട്ടുണ്ട്. ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് വിശ്വാസമാണ്, അതുകൊണ്ട് ഞങ്ങൾ സിറാത്ത് പാലത്തിൽ വിശ്വസിക്കൂല, ഒരു നാളെ റബ്ബിനെ കണ്ടുമുട്ടും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്നക്കും സദറൗന റബ്ബക്കും ഒരു ഹദീസ. ഒരു സത്യവിശ്വാസിക്ക് ഏറ്റവും സന്തോഷമുള്ളതാണ്. അവർ സ്വർഗത്തിൽ ഒരുപാട് അനുഗ്രഹം നൽകുമ്പോഴൊക്കെ വല്ലാത്ത അനുഗ്രഹം കിട്ടിയവരിങ്ങനെ അതിന് എന്താ പറയേണ്ടതെന്ന് അറിയാതിരിക്കുമ്പോൾ അള്ളാഹ് പറയാണ് ഇനി അതിലും വലിയൊന്ന് വരാണ്ട്. അപ്പോൾ അവർ പറയും ഇനി എന്താ അതിലും വലുത്? അപ്പോഴാണ് റബ്ബിനെ കാണാന്നുള്ള അത്ഭുതം. അപ്പോൾ ഏറ്റവും വലിയ നിയമം അതാണ്. പക്ഷെ ഈ പറഞ്ഞ മുഅ്തസിലകൾ ഇത് അംഗീകരിക്കുന്നില്ല. കാരണം ഇത് ഹദീസിൽ വന്നതാണ്, ഇതൊക്കെ വിശ്വാസമാണ്, ഞങ്ങൾ അംഗീകരിക്കൂല എന്നാണ്. എന്തൊരു വിവരക്കേടാണിത്! വിശ്വാസമാണ്, ഹദീസ് വന്ന ഖബറുവായത് ഞങ്ങൾ അംഗീകരിക്കൂല എന്നാണ്. ഇത് ബുദ്ധിയുള്ളവൻ പറയും അതാണോ ശരിക്കുള്ള ബുദ്ധി എന്ന് പറയുന്നത്? ഇത് അംഗീകരിക്കില്ല വേണ്ട. പക്ഷെ ഇതുപോലെയാണ് ഓരോ കാര്യം. ഇതുപോലെ അപ്പോൾ ആയത്തിലുണ്ടല്ലോ, ആയത്തിൽ സൂചന ഉണ്ട് റബ്ബിനെ കാണുന്നുള്ളത്. അപ്പോൾ അത് ദുർവ്യാഖ്യാനിക്കും. ആയത്തിനെ പെട്ടെന്ന് നിശ്ചയിച്ചാൽ സമൂഹം വെറുതെ വിടില്ലല്ലോ. ഖുർആനായത്താവുമ്പോൾ ഒന്നുകിൽ ആലങ്കാരിക പ്രയോഗമാണെന്ന് പറയും, അല്ലെങ്കിൽ വേറെ ദുർവ്യാഖ്യാനത്തിൽ തെവീൽ തഫ്സീർ എന്ന് പേരിട്ട് കൊടുക്കും. ഇങ്ങനെയൊക്കെ പറഞ്ഞു പറ്റും. അപ്പം ഏതായാലും ശരി, ഇങ്ങനെ വിശ്വാസം ബുദ്ധിക്കെതിര് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചിലർ തള്ളുന്നുണ്ടല്ലോ. അപ്പം അതിന് നമ്മുടെ അഹ്ലുസുന്നന്റെ മറുപടി ഞാൻ പറയും. ഇമാം ഇബ്നുൽ ഖയ്യിമിന്റെ ഒരു വാചകം ഞാൻ പറയാം. നബി തിരുമേനിയുടെ ഹദീസുകളെ വിശ്വാസപരം കർമ്മപരം എന്ന് വിഭജിച്ചിട്ട് വിശ്വാസമാണ് ഞങ്ങൾ തള്ളും എന്ന് പറയണേ ഈ മുഅ്തസിലാക്കളും പിൽക്കാലത്തെ മുത്തക്കല്ലിമീങ്ങളൊക്കെ ഉണ്ടല്ലോ, അവർക്കൊക്കെ മറുപടി കൊടുത്താൽ വാദത്ത് ഫരീഖ് ബാത്തിലും ഇജ്മാഇൽ ഉമ്മ, ഈ വിഭജനം കർമ്മപരം അതുപോലെ വിശ്വാസപരം, അങ്ങനെയുള്ള വിഭജനം തന്നെ ബാത്തിലാണ്. ഹദീസുകളെ കർമ്മം വിശ്വാസം വിഭജിക്കണ്ടാണ്, ഒക്കെ ഒന്ന് തന്നെയാണ് അദ്ദേഹം പറയണത്. കാരണം കർമ്മം എന്ന് പറയുമ്പോൾ നിസ്കാരം അതുപോലെ സക്കാത്ത് കർമ്മമാണ്. അദ്ദേഹം പറയണം അതിൻ്റെയൊക്കെ പിന്നിൽ വിശ്വാസമുണ്ട്. അല്ലെങ്കിൽ വെറുതെ നമ്മൾ നിസ്കരിക്കുമോ, വെറുതെ സക്കാത്ത് കൊടുക്കുമോ? അതിൻ്റെയൊക്കെ പിന്നിൽ അഖീദ ഉണ്ടല്ലോ. അതുകൊണ്ട് ഈ വിഭജനം തന്നെ ഇവർ പിൽക്കാലത്ത് കൊണ്ടുവന്നതാണ്. അതുകൊണ്ട് അദ്ദേഹം പറയും ഫൈനാലം തസൽ തഹ്തജു ബിഹാദിൽ അഖ്ബാർ ഫി കുല്ലി ഖബർ സാദിഖ് അനില്ലാഹു അൻ റസൂലിഹി വലം യസൽ സഹാബ വതാബിഊന വതാബിഊഹും അഹ്ലുൽ ഹദീസ് വസ്സുന്ന യഹ്തജുന ബിഹാദിൽ അഖ്ബാർ ഫി മസായിൽ സിഫാത്ത് വൽ ഖദർ വൽ അസ്മാ വൽ അഹ്കാം എന്ന് പറഞ്ഞ എല്ലാത്തിലും ഇത് മുഴുവനും പൂർവികർ അംഗീകരിച്ചവരാണ്. ഈ വിഭജനം കൊടുത്തിട്ടില്ല. റസൂൽ എന്ത് പറഞ്ഞു, വിശ്വാസം പറഞ്ഞോ കർമ്മം പറഞ്ഞോ ഏത് പറഞ്ഞാലും ചോദ്യം ചെയ്യാതെ സ്വീകരിക്കലായിരുന്നു മുമ്പുള്ള ആൾക്കാരെ. മാത്രമല്ല പൂർവികർ തന്നെ ബുദ്ധിക്കെതിരായ തള്ളുക എന്നുള്ള പൂർവികർ ശക്തമായി എതിർത്തിട്ടുണ്ട്. ഒരു ഒറ്റ കാര്യം കൂടി ഞാൻ പറയാം. അലി ഇബ്നു അബീ ത്വാലിബ് ഒരിക്കൽ പറഞ്ഞു, നമ്മുടെ ദീന് വെറും നമ്മുടെ ബുദ്ധിക്കനുസരിച്ചായിരുന്നുവെങ്കിൽ നമ്മൾ ഹുഫയിൽ തടവൽ, നമ്മൾ സോക്സൊക്കെ ധരിച്ചാൽ തടവിയാൽ മതി, അല്ലെങ്കിൽ ഹുഫ ഉണ്ടായാലും നമ്മൾ പിന്നെ അവിടെ കഴുകേണ്ട തടവിയാൽ മതി. അത് ബുദ്ധി കൊണ്ടാണെങ്കിൽ അടിയിലാണ് തടവേണ്ടത്, മേലെയല്ല. ശരിക്കും മേലെ തടവാനാ പറഞ്ഞത്. ബുദ്ധി കൊണ്ടാണെങ്കിൽ അടിയിലല്ലേ തടവേണ്ടത് എന്നല്ലേ പറയണ്ടേ. അതുപോലെ അതിനേക്കാളും വലിയ വ്യക്തமான ഒരു ഉദാഹരണമാണ് സഹ്ൽ ഇബ്നു ഹുനൈഫ് പറഞ്ഞത്. അദ്ദേഹം പറയും ഇത്തഹിമു റഅയ്യക്കും, മുസ്ലിങ്ങളെ നിങ്ങൾ നബിയുടെ ഒരു കൽപ്പന വരുമ്പോൾ അതിനെതിരെ നിങ്ങളുടെ ബുദ്ധി വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട ഹദീസിനല്ല, നിങ്ങളുടെ ബുദ്ധിനെയാണ്. വലിയ വിഷയമല്ലേ? നമുക്കൊരു ഹദീസ് ബുദ്ധിക്കെതിരാൻ തോന്നിയാൽ നമ്മൾ ആദ്യം തെറ്റിദ്ധരിക്കേണ്ട ഹദീസിനെയല്ല, നമ്മുടെ ബുദ്ധി കുഴപ്പമുണ്ടെന്ന്. അതാണ് ബുദ്ധിമാൻ. എനിക്ക് കുഴപ്പമുണ്ട് മനസ്സിലാക്കണം. മറ്റെന്നേക്കാൾ വലിയ പണ്ഡിതന്മാർ അത് അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ അതിലും വലിയ ആളാ മാത്രം നമ്മളാരും ആയിട്ടില്ല. അതാണ് വിനയം എന്ന് പറയുന്നത്. എന്നിട്ട് അദ്ദേഹം അനുഭവം പറയണേ, ഞങ്ങളുടെ ഉദൈബിയ സന്ധിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ തീരുമാനങ്ങളൊന്നും ഞങ്ങൾക്ക് പറ്റിയില്ല.
ഞങ്ങളിതെതിരെ പ്രതികരിച്ചു. ഞങ്ങൾ മുർഖത്താബൊക്കെ ചൂടായി. അതാ പറയുന്നത്, ഇതെന്ത് തീരുമാനമാണ്? കാരണം ആ തീരുമാനം നമുക്കറിയാം, അത് വിശദീകരിക്കേണ്ട ഒരു കാര്യമില്ല. വളരെ 1000-ലേറെ അല്ല, ഒരുപാട് 500-ലേറെ കിലോമീറ്ററില്ല, അല്ലെ 500-ന്റെ അടുത്ത്. ഇന്നത്തൊക്കെയാണെങ്കിൽ കുറച്ച് കുറഞ്ഞു തരും. അന്ന് മലകളിലും മറ്റൊക്കെ വരണ്ടേ. അത്ര കഷ്ടപ്പെട്ട് വന്നിട്ട് കരാർ എന്തൊക്കെ ഉംറ ചെയ്യാൻ പറ്റൂല, മടങ്ങി പോകണമെന്നാണ്. പിന്നെ മുസ്ലിങ്ങളെ ഭാഗത്തുനിന്ന് ആരെങ്കിലും മദീനയ്ക്ക് പോയാൽ മടക്കി വിടണം. എന്നാലോ മദീനയിൽ നിന്ന് മക്കയ്ക്ക് വന്നാൽ മടക്കി വിടണം. ഇതൊക്കെ എന്തൊരു തീരുമാനമാണ്! ഇതൊക്കെ നബി ആയിക്കോട്ടെ, എന്നാ ശരി, സമ്മതിച്ചു. പിന്നെ പറഞ്ഞു കത്ത്, പിന്നെ ഉടമ്പടി എഴുതുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എഴുതിയപ്പോൾ അവരിടപെട്ടു. അള്ളാഹ് റഹ്മാൻ റഹീം പറയാൻ പറ്റൂല. അപ്പോൾ നബി അത് മായിച്ചലാം അലി ബിൻ അബി താലിബിനോട്. ഇതൊക്കെ മുസ്ലിങ്ങൾ കാണുമ്പോൾ ദേഷ്യം കൊടുക്കുക. അള്ളാഹ് റഹ്മാൻ റഹീം അല്ലേ, ബിസ്മിക്ക് അള്ളാഹ് എഴുതിയാൽ മതി. പിന്നെ പറഞ്ഞു മുഹമ്മദ് റസൂലില്ല, അള്ളാഹിൻ്റെ റസൂലായ മുഹമ്മദ് ഖുറൈശിനും തമ്മിലുള്ള കരാറിനാണ് എഴുതി തുടങ്ങുമ്പോൾ റസൂലിനാണ് എഴുതാൻ പറ്റില്ല, അപ്പോൾ മുഹമ്മദ് ബിൻ അബ്ദുല്ല എഴുതിയാൽ മതി. അപ്പോൾ നബി അലി ബിൻ അബി താലിബിനോട് പറഞ്ഞു എവിടെയാണ് അത് മായിച്ചത്? അദ്ദേഹം പറഞ്ഞു ഞാൻ മായ്ക്കൂല. അപ്പോൾ എവിടെയാണ് എഴുതിയത്? നബി തന്നെ കൈ കൊണ്ട് മായ്ക്കുകയാണ്. അപ്പോൾ സഹാബികൾക്ക് പോലും ഇത് പറ്റണില്ല. എന്നിട്ട് അവർക്ക് കഴിഞ്ഞ് പിന്നെ അറവ് പിന്നെ കൊണ്ടുവന്ന ഉരുക്കളെ കറക്കാൻ വേണ്ടി പറഞ്ഞു. ഒറ്റ സഹാബിയും കേൾക്കുന്നില്ല, ആരും ഓർക്കുന്നില്ല. നബി പറഞ്ഞു കൊണ്ടുവന്ന ഉരുക്കളെ കറക്കണം പറഞ്ഞു, ആരും കേൾക്കുന്നില്ല. നബിക്ക് 3 വട്ടം പറഞ്ഞു, പക്ഷെ ആരും കേൾക്കുന്നില്ല. അപ്പോൾ റസൂല് ഉമ്മുസലമയാണ് അന്ന് കൂടെ ഉണ്ടായിരുന്നു. ഉമ്മുസലമൻ്റെ അടുത്ത് പോയി. ഉമ്മുസലമ ഭയങ്കര ബുദ്ധിയുള്ള ആളായിട്ട് ചിത്രീകരിക്കപ്പെടുന്നതിൻ്റെ ഒരു തെളിവുതാണ്. ഉമ്മുസലമയോട് നബി പരാതി പറയും, എന്ത് ജനങ്ങളുടെ അടുത്ത് പറയണ കേൾക്കണില്ലല്ലോ. അപ്പോൾ ഉമ്മുസലമ പറയും അതിനൊരു പണിയുണ്ട്, അതെല്ലാം ചെയ്യേണ്ട, ഒരു കാര്യം ചെയ്താൽ മതി, നിങ്ങൾ കൊണ്ടുവന്ന് ഒരു അർത്ഥത്തോളി, അത് കഴിഞ്ഞിട്ട് തല മുണ്ടനം ചെയ്തോളി, അപ്പോൾ താനെ വഴിക്ക് വരും. അങ്ങനെ തന്നെയാണ് വന്നത്. ഭാര്യ പറഞ്ഞ് നബി കേട്ടിട്ട് ചെയ്തപ്പോൾ എല്ലാ ആൾക്കാരും ഇങ്ങനെയാണ് അറിവ് തുടങ്ങി. ഏതായാലും ഈ സംഭവത്തെ പറ്റിയാണ് പിന്നെ സഹല് പറയണത്. തെറ്റിദ്ധരിച്ചോളിങ്ങളെ ബുദ്ധിനെ ഞങ്ങൾക്ക് ഭയങ്കര ഒരു അപകടം പിടിച്ചൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അന്ന് നബിയുടെ ആ തീരുമാനം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷേ അതുകൊണ്ടായ ഗുണം, അന്ന് ഹിജ്റ 6-നാണ് ഹുദൈബിയ സന്ധിൻ്റാണ്. അന്ന് 1400-ഓളം ആൾക്കാരാണ് അന്ന് ഉംറക്ക് വന്നിട്ടുള്ളത്. എന്നാൽ പിന്നെ ഹുദൈബിയ സന്ധിക്ക് ശേഷം പിന്നെ യുദ്ധമില്ല, കരാറാണ്. 10 കൊല്ലം യുദ്ധം പാടില്ല. ആ നേരമാണ് നബി വിദേശ രാജ്യങ്ങളിലേക്ക് കത്തെഴുതിയത്, സ്വസ്ഥമായി ദൗത്യം നടത്തുക. അതിൻ്റെ മുമ്പ് ദൗത്യം നടത്താൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ ആ ശത്രുക്കൾ ഇവിടെ നിന്ന് വരും, മക്കയിൽ നിന്ന് വരും, ഇങ്ങനെ പേടിച്ചു കൊണ്ടിരിക്കണം. പുറം ലോകത്തേക്ക് ബന്ധമല്ല. പിന്നെ 2 കൊല്ലം കഴിഞ്ഞപ്പോഴും മക്ക വിജയം ഉണ്ടാണ്. അവർ കരാർ ലംഘിച്ചു. മക്ക വിജയത്തിനാണ് 10,000-കണക്കിന് ആൾക്കാരാണ്. ഇതിന് പണ്ഡിതന്മാർ പറയണമെന്ന് പറയും. അതിൻ്റെ മുമ്പ് 17 കൊല്ലം നബി പ്രവർത്തിച്ചതിനേക്കാൾ ഗുണം ഹുദൈബിയ സന്ധിക്ക് ശേഷം 2 കൊല്ലം കൊണ്ട് നബിക്ക് കിട്ടി. ഇതിനെപ്പറ്റിയല്ല ഇന്ന ഫത്തഹിനാലൊക്കെ ഫത്ത് മുബീനൊക്കെ പറഞ്ഞു. ഇതൊരു വമ്പൻ വിജയമായിരുന്നു. അതുകൊണ്ട് ഉമർ ഖത്താബ് പറഞ്ഞു, അന്ന് ഞാൻ ആ പറഞ്ഞ വിവരക്കേട് കൊണ്ട് പിന്നെ ഞാൻ നിരന്തരം സൽക്കർമ്മങ്ങൾ ചെയ്യാൻ തുടങ്ങി. കാരണം അതെൻ്റെ അമലിനെ ബാത്തിലാക്കുമോ എന്ന് പേടിച്ചിട്ട്. ഇത് വെച്ചാൽ സഹ്ൽ ബിൻ ഹുനൈഫ് പറയുന്നത്, കൂട്ടരെ നബി ഒരു കാര്യം പറഞ്ഞാൽ നമ്മുടെ ബുദ്ധിക്ക് എതിരാണ്, നിങ്ങൾ ആദ്യം തെറ്റിദ്ധരിക്കണം, നിങ്ങളുടെ ബുദ്ധിനെയാണ്, നമ്മൾ അങ്ങോട്ട് വളർന്നിട്ടില്ല. ഒരിക്കലും വഹിന്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കുന്ന കാര്യങ്ങൾ തെറ്റൂല. അപ്പം ഇങ്ങനെ ഓരോ വിഷയത്തെ നമ്മൾ എടുക്കണം. നമ്മുടെ ഞാനും ഖുർആൻ സുന്നത്തിൻ്റെ ആളെ പറഞ്ഞ പോരാ, അത് ശരിക്കും അത് ജീവിതത്തിൽ പകർത്തന്നെ വേണം. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുന്ന വിഷയങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പിന്നെ പണ്ട് മുതലേ ഇതിന് മറുപടി കൊടുത്തിട്ടുണ്ട് പണ്ഡിതന്മാർ. ഏത് ബുദ്ധിക്കെതിരാന്ന് പറഞ്ഞിട്ട് പിൽക്കാലത്ത് വന്ന പ്രശ്നമുണ്ടല്ലോ, ഇതിന് പണ്ടേ മറുപടി. ഇപ്പോൾ ഇബ്നു ഖുതൈബ അദ്ദേഹത്തിൻ്റെ തഅ്വീൽ മുഖ്തലഫുൽ ഹദീസ് എന്ന് പറഞ്ഞിട്ട് ഗ്രന്ഥമുണ്ട്. ഇന്ന് നമ്മളിവിടെ ആരൊക്കെ ഹദീസിന് ഇതിനെ പറയുന്നുണ്ടോ അതിനൊക്കെ മറുപടി അതിലുണ്ട്. അതുപോലെ ഇമാം ത്വഹാവി അല്ല ഹിദത്ത് ത്വഹാവികൾ കിട്ടുന്നുണ്ടാവുമല്ലോ, അദ്ദേഹത്തിനുണ്ട് മുഷ്കിലുൽ ആസാർ എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം. അതിൽ ഹദീസിലൊക്കെ വൈരുദ്ധ്യം ഉണ്ടാവും. വൈരുദ്ധ്യമല്ല, സ്വഹിയ ഹദീസ് ബുദ്ധിക്ക് എതിരാവില്ല, വൈരുദ്ധ്യങ്ങൾ ഉണ്ടാവില്ല എന്ന് സമർത്ഥിക്കുകയാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയുടെ പുസ്തകമുണ്ട്. എന്താണ് പിന്നെ ദർഉ തആറുൽ അഖ്ൽ വൻ നഖൽ, പിന്നെ അഖിലും നഖലും എതിരല്ല, സമർത്ഥിക്കുകയാണ് പുസ്തകം. അപ്പൊ അതിനൊക്കെ വേർതിന് വിധേയ കക്ഷികളാണ് ഈ ഹദീസിനെ തള്ളലും, ബുദ്ധിക്കെതിരാണ്, വിശ്വാസമാണ്, ഖുർആനെതിരാണ്, വെറുതെ പറഞ്ഞുണ്ടാക്കുക. ഒരിക്കലും തോന്നുന്ന ഖുർആനെതിരാണ്, ഇവിടെ വെറുതെ പറയാം. അപ്പൊ ഇതിലൊന്നും പെട്ടുപോകരുതെന്നാണ് ചുരുക്കി പറയാനുള്ളത്. ജസാക്കുമുല്ലാഹു ഖൈർ. ഇപ്പം ചുരുക്കി പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഉസൂലിയായിട്ട് സാധാരണ പറയപ്പെടാറുണ്ട്, ലാ തആറുദ ബൈനൽ ആഖ്ലി സ്വഹീഹ് വൻ നഖ്ലി സ്വഹീഹ്. സ്വഹീഹായിട്ടുള്ള നഖലും സ്വഹീഹായിട്ടുള്ള ആഖലും, അതായത് ബുദ്ധിയുള്ള നല്ല ബുദ്ധിയും അതുപോലെ തന്നെ സ്വഹീഹായിട്ടുള്ള ആയത്തുകളും ഹദീസുകളും തമ്മിൽ ഒരിക്കലും ഒരു വൈരുദ്ധ്യം ഉണ്ടാവില്ല എന്നുള്ളത്. അതുപോലെ തന്നെ ലാ തആറുദ ബൈനൽ വഹ്യൈൻ, ഖുർആനും ഹദീസും തമ്മിൽ വൈരുദ്ധ്യം ഉണ്ടാവുകയില്ല എന്നുള്ളത്. കാരണം രണ്ടും അള്ളാഹിൻ്റെ അടുത്തു നിന്നാണ്, പിന്നെ അതിൻ്റെ ഇടയിൽ എങ്ങനെ വൈരുദ്ധ്യം ഉണ്ടാവുക?
അവിടെ അവസാനം പറഞ്ഞ പോയിന്റിലാണ് നമ്മൾ നിൽക്കേണ്ടത്. അങ്ങനെ വൈരുദ്ധ്യം നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കേണ്ടത്, നമ്മൾ മനസ്സിലാക്കിയെടുത്ത് എന്തോ പിഴവുണ്ട് എന്നുള്ളതാണ്. ജസാക്കുമുല്ലാഹു ഖൈറുൽ ജസാ. ഇവിടെ ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഉദ്ധരിച്ചു. പ്രധാനമായിട്ട് ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി അതിന് നൽകിയ മറുപടിയും പറഞ്ഞു. അപ്പോൾ മുൻകാലഘട്ടങ്ങളിൽ മുഅ്തസിലിയാക്കളും അതുപോലെ തന്നെ ഒരുപാട് കക്ഷികൾ പല ഹദീസുകളും നിഷേധിച്ചു. അതിന് പണ്ഡിതന്മാർ, തലമുതിർന്ന പണ്ഡിതന്മാർ അതിന് റദ്ദും കൊടുത്തു. പിന്നെയും ഇക്കാലത്തും ഇപ്പം ഇതേ വാദങ്ങൾ ഉയർത്തിപ്പിടിച്ച് നടക്കുന്നവരുണ്ടോ? കാരണം ഓൾറെഡി ഇതൊക്കെ ഡിസ്കസ് ചെയ്യപ്പെട്ടു, ഇതിന് മറുപടിയും കൊടുത്തിട്ടുണ്ട്. അപ്പം ഇനിയും ഇതേ വാദങ്ങൾ കൊണ്ട് നടക്കുന്നവരുണ്ടോ? നമ്മളൊന്ന് സൂക്ഷിക്കാൻ, നമ്മളൊന്ന് ശ്രദ്ധിക്കാൻ. പണ്ട് കാലത്ത് വിധേയ കക്ഷികൾ പിന്നെ ആ പേരിൽ ഒന്നുമില്ലെങ്കിലും ഇന്നിപ്പോൾ മുഅ്തസില എന്ന് പറഞ്ഞ കൂട്ടരെ നമ്മൾ കാണൂല. അതുപോലെ ഖവാരിജികൾ ഇങ്ങനെയൊന്നും കാണൂല. പക്ഷെ അവരൊക്കെ സ്വഭാവം ഉള്ളവരുണ്ടാകും. അന്ന് അവർ ഹദീസ് തള്ളിയതുപോലെ ഇന്നുണ്ടോ ചോദിച്ചാൽ ഇന്നുണ്ട്. അത് തന്നെ ബുദ്ധിക്കെതിരാണെന്ന് പറഞ്ഞ് ഹദീസ് തള്ളും. ഖുർആനെതിരാന്ന് പറയും, വെറുതെ പറയാം. ഖുർആനെതിരാന്ന് പറയണേ, വെറുതെ പറയാം. ഉദാഹരണത്തിൽ ബദർ യുദ്ധത്തിൽ മലക്കുകൾ പങ്കെടുത്തു, ഉദാഹരണം പറയണം അല്ലേ? അത് ഇമാം ബുഖാരി തൻ്റെ സ്വഹീൽ കുറേ കൊടുത്തിട്ടുണ്ട്, ഇമാം മുസ്ലിം കൊടുത്തിട്ടുണ്ട്. ബദർ യുദ്ധം പിന്നെ മലക്കുകൾ പങ്കെടുത്തു എന്ന് പറയുന്നത്. പക്ഷെ ഇവർ പറയാ ഖുർആനെതിരാണ്, വിശുദ്ധ ഖുർആനെതിരാണ്. വെറുതെ എതിരല്ല, വിശുദ്ധ ഖുർആനിൽ തന്നെ ഉണ്ട്. ഈ തസ്തഗീസുന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നി മുമിദ്ദുക്കും ബിഅർബഅത്തി അലാഫി മിനൽ മലായികത്തി എന്നൊക്കെ പറഞ്ഞ് വിശുദ്ധ ഖുർആൻ ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ ഖുർആൻ പറഞ്ഞ പേരെന്ത് ചെയ്യുന്നറിയാം? അത് ആലങ്കാരിക പ്രയോഗമാണ്. ഖുർആനിലുള്ള തള്ളം വയ്യല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞത് ബുദ്ധിക്കെതിരാന്ന് വെറുതെ പറയാണ്, ഖുർആനെതിരാന്ന് വെറുതെ പറയാണ്. അത് ഇന്നുണ്ട് ഇഷ്ടം പോലെ. ചില പേരുകൾ മാത്രം ഞാൻ പറയാം. ചില മുത്തവാത്തിർ തന്നെ തള്ളുന്നുണ്ട്. മുത്തവാത്തിറിൻ്റെ ഖുർആനൊക്കെ മുത്തവാത്തിർ തന്നെയാണ്. ഖുർആൻ്റെ ഓരോന്ന് ഹദീസുകൾ കുറച്ചേ ഉണ്ടുള്ളൂ. അതിൽപ്പെട്ടാണ് ഇപ്പോൾ ഈസാ നബി ഇറങ്ങി വരുന്നുണ്ട്, അത് തള്ളുന്നുണ്ട്. ഈ അടുത്ത കാലത്ത് തന്നെ ഒരു ഹദീസ് പണ്ഡിതർക്ക് അറിയപ്പെടുന്ന ഒരു കൂട്ടത്തിൽ അദ്ദേഹം തന്നെ പിന്നെ അത് തള്ളുന്നുണ്ട്. മസീഹ് ദജ്ജാൽ വരും എന്നത് ഏകദേശം ഒരു 40-ലേറെ സഹാബികളെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ്. 40-ലേറെ ആണ്, മുത്തവാത്തിറാണ്. ഷെയ്ഖ് അൽബാനിക്ക് ആ വിഷയത്തിലൊരു പുസ്തകം തന്നെ ഉണ്ട്. അത് തള്ളുകയാണ്. എങ്ങനെ തള്ളുകയെന്നറിയോ? തള്ളണ രൂപം ഞാൻ പറഞ്ഞുതരാം. മസീഹ് ദജ്ജാൽ അവസാന കാലം വരുന്ന ഒരു മനുഷ്യനല്ല, മറിച്ച് ഏത് കാലത്തും തിന്മയുടെ ആൾക്കാർക്ക് പറയുന്ന പേരാണ് ദജ്ജാൽ. ഇത് കേൾക്കുമ്പോൾ എന്താവും? പ്രത്യക്ഷത്തിലും ഉപരി നിഷേധിച്ചിട്ടില്ല എന്ന പേര്. അത് ഞാൻ പറഞ്ഞ, ഞാൻ ഹദീസ് നിഷേധിച്ചിരിക്കുന്നു എന്ന് പറയൽ മാത്രമല്ല നിഷേധം. ഒരു ഹദീസ് കൊണ്ട് നബി എന്താണോ ഉദ്ദേശിച്ച ആ ഉദ്ദേശത്തിൽ നിന്ന് തെറ്റിക്കുക, അതിനൊക്കെ ഹദീസ് നിഷേധം എന്ന് പറയാം. റസൂൽ വളരെ വ്യക്തമായി പറഞ്ഞ അവസാന കാലം മസീഹ് ദജ്ജാൽ വരും, അവിടെ വിശേഷങ്ങളായിരിക്കും, അവിടെ ഇന്ന അത്ഭുതങ്ങളൊക്കെ കാണിക്കും. അന്ന് ഒരുപാട് ആൾക്കാർ അയാളുടെ പിന്നാലെ പോകും. അതൊരു വ്യക്തിയാണ്, മനുഷ്യരുടെ കൂട്ടത്തിൽപ്പെട്ട ആളാണ്. വളരെ വ്യക്തമായി പറഞ്ഞ അവസാനം ഈസാ നബി ഇറങ്ങി വന്നിട്ടാണ് അയാളെ വധിച്ച് കളയുക. ഇതൊക്കെ പറഞ്ഞിട്ടും ഇങ്ങനെയൊക്കെ വന്നാലും പറയും. ഒട്ടേറെ സ്ഥലത്ത് ആ ഹദീസ് പരിഭാഷയും കണ്ടിട്ടുണ്ട്. മസീഹ് ദജ്ജാൽ എന്നത് കേവലം ഒരു വ്യക്തിയല്ല, എല്ലാ കാലത്തും ഉണ്ട് ദജ്ജാലുകൾ. സത്യത്തിനെതിരെ നിൽക്കുന്നവർക്ക് പറയുന്ന പേരാണ് ദജ്ജാൽ. അങ്ങനെ മൊത്തത്തിൽ ചിലർക്ക് ദജ്ജാലെന്ന് പറയാമെങ്കിലും ഇത് ശരിക്കുള്ള ദജ്ജാലാണിത്. ഇത് നബി പറഞ്ഞാണ്. അപ്പോൾ അത് തള്ളുക, മനസ്സിലായില്ലേ? ഇതുപോലെ ഈസാ നബിയുടെ ഇറക്കത്തെ തള്ളി ഈ കാലഘട്ടത്തിലുള്ള കൂട്ടർ തള്ളുന്നതാണ്. ഇതുപോലെ പിന്നെ മൂസാ നബി, അതുപോലെ മലക്കുൽ മൗത്ത്, ഇത് സംഭവം ഉണ്ടല്ലോ. അതിനെപ്പറ്റി പൊട്ടൻ കഥ എന്നാണ് ഇപ്പം അടുത്ത കാലത്ത് ജീവിച്ചിരിക്കുന്നത് പണ്ഡിതൻ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ മൂസാ നബിൻ്റെ അടുത്ത് മലക്കുൽ മൗത്ത് വന്നൊരു സംഭവമുണ്ട്. എന്നിട്ട് പറഞ്ഞു, നിങ്ങളെ റൂമിനെ പിടിക്കാൻ പോവാണ്. മൂസാ നബി ഒരു അടി കൊടുത്തു, സംഭവം അറിയും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണ് പൊട്ടിപ്പോയി എന്നാണ് പറഞ്ഞു. അപ്പോൾ അയാൾ പരാതി പറഞ്ഞു അള്ളാഹിനോട്, മരണം ഉദ്ദേശിക്കാത്ത ഒരാളുടെ അടുത്തേക്കാണ് അള്ളാഹു നീ എന്നെ അയച്ചത് എന്നൊരു വിവരങ്ങളൊക്കെ പറഞ്ഞു. അള്ളാഹ്ക്ക് അറിയാത്തല്ല വിവരങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ എന്താ സംഗതി എന്ന് ചോദിച്ചാൽ അതിന് പണ്ഡിതന്മാർ സുന്ദരമായി മറുപടി പറഞ്ഞിട്ടുണ്ട്. അതെന്താ, എല്ലാ അമ്പിയാക്കളും ലോകത്തും മരിക്കുന്നതിന് മുമ്പ് അവർക്ക് ഹിയാറ് കൊടുക്കുന്ന, ഇനി ഉത്തരവാദിത്തമൊക്കെ നിർവഹിച്ചു, ഇനി കുറേ ജീവിക്കണം. നമ്മളെ നബിക്കും കൊടുത്തിട്ടുണ്ട്. നബിൻ്റെ ദൗത്യമൊക്കെ പൂർത്തിയായല്ലോ. അത് പറഞ്ഞു, ഇനി ഇവിടെ രാജാവായി ജീവിക്കണമെങ്കിൽ ജീവിക്കാം, അല്ല അള്ളാഹിൻ്റെ അടുത്തേക്ക് പോകാം. അപ്പോൾ നബി ഞാൻ അങ്ങോട്ട് വരികയാണെന്ന് പറഞ്ഞ് തീരുമാനിച്ചു. ഇതുപോലെ എല്ലാ അമ്പിയാക്കളും കൊടുക്കും. ഇതുപോലെ മൂസാ നബിൻ്റെ അടുത്ത് വന്നപ്പോൾ ഈ ആമുഖമൊന്നും പറയാതെ പെട്ടെന്ന് വന്നിട്ട് എൻ്റെ റൂവിനെ പിടിക്കാൻ പോരുകയാണ് ഞാൻ. അപ്പോൾ ഒരു അടിയാണ് കൊടുത്തു. അദ്ദേഹത്തിനെ പുറത്ത് അങ്ങനെ നമുക്കറിയാലോ. അപ്പോൾ അങ്ങനെ അത് മനുഷ്യരൂപത്തിൽ വന്ന ആളാണ്, മലക്കുൽ മൗത്താന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അതാണ്. അപ്പോൾ നേരെ മറിച്ച് ഈ വിഷയമൊക്കെ പറഞ്ഞു, വീണ്ടും തിരിച്ചു വന്നു. ഇതാണ് മനസ്സിലായപ്പോൾ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ
പിന്നെ ഞാൻ എപ്പോഴാണ് മരിക്കുക, കുറേ ജീവിക്കണമെങ്കിൽ ഒരു പശുവിൻ്റെ മേലെ കൈ വെക്കുക, എത്ര രോമങ്ങൾ അതിൽ കൈ സ്പർശിക്കും, അത്രയും വർഷം നിനക്ക് ജീവിക്കണമെങ്കിൽ. അപ്പോൾ മൂസാ നബി ചോദിച്ചു, അത് കഴിഞ്ഞിട്ട് പിന്നെ വരും, ഞാൻ അപ്പം തന്നെ മരിക്കുകയാണ്. അപ്പോൾ ഇതിലൊന്നും യാതൊരു പ്രശ്നമില്ലാത്ത കാര്യമാണ്. ഇതൊക്കെ അങ്ങനെ തന്നെ വിശ്വസിക്കാന്നല്ലാതെ അത് എന്തിനത് നമ്മുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാതിരിക്കണേ? ഇതെന്താ എൻ്റെ ബുദ്ധിക്ക് ഉൾക്കൊള്ളില്ല എന്ന് എന്തിനത് പറയാൻ പോണത്? മുസ്ലിമാന്ന് പറഞ്ഞാൽ ഇതൊക്കെ കുറ്റമറ്റ പരമ്പര ആറ്റിക്കുറുക്കി എന്നാണ് ബുഖാരി മുസ്ലിമിനെ പറ്റി പറയാറുള്ളത്. നമ്മൾ സ്വർണം മാറ്റിക്കുറുക്കി ഊതിക്കാച്ചിയെ പൊന്നെന്നൊക്കെ പറയില്ലേ, ആ രൂപത്തിൽ വിമർശനം നടത്തി എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ തള്ളി ശുദ്ധമായ ആ ഹദീസിനെ ശേഖരിച്ച് കൊണ്ടുവന്ന് അതൊക്കെ എനിക്ക് പറ്റൂല പറഞ്ഞാൽ അത് തന്നെ ബുഖാരി മുസ്ലിം തള്ളിയാൽ പിന്നെ വേറെയുള്ളതൊക്കെ വരില്ലേ. ഇതൊക്കെ നമ്മൾ അന്നത്തെ മാത്രമല്ല, ഇപ്പോൾ ഇതുപോലെ ഹജറുൽ അസ്വദ് അതിനൊരു പ്രത്യേകതയില്ല. പ്രസംഗിക്കുന്ന ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. പിന്നെ സിറാത്ത് പാലം അത് അംഗീകരിക്കാത്ത ആൾക്കാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അത് ബുദ്ധിപരാണെന്നാണ് പറയാം. ഈച്ചയുടെ ഹദീസ് നമ്മുടെ നാട്ടിലുണ്ടോയെന്ന് ചോദിച്ചാൽ പറയാം, ഈച്ച ഒരു പാനീയത്തിൽ വീണാൽ അതിനെ മുക്കിയെടുക്കുക, കാരണം അതിനൊരു ചെറുകിൽ വിഷാണി മറ്റേ അതിൻ്റെ മരുന്നാന്ന് പറഞ്ഞു. അത് അങ്ങനെ തന്നെ അംഗീകരിക്കും. ഇപ്പം അതൊക്കെ ശാസ്ത്രീയ തെളിവുകളുടെ നെറ്റിൽ നോക്കിയാൽ കിട്ടും, അതൊന്നും പ്രശ്നമില്ല എന്നുള്ളത്. പക്ഷെ നമ്മൾ ശാസ്ത്രീയ തെളിയാൻ കാത്തിക്കരുത് കേട്ടോ. ചില ആൾക്കാർ അങ്ങനെ ഉണ്ട്, നമുക്ക് ശാസ്ത്രീയ തെളിഞ്ഞാലും ഇല്ലെങ്കിലും ശാസ്ത്രം ഒന്നൊന്ന് പറയും, ചില തിരിച്ചൊക്കെ പറഞ്ഞു തരും. അതെല്ലാം നോക്കി നമ്മൾ അതിൻ്റെയൊക്കെ എത്രയോ മുകളിലാണ് 7 ആകാശത്തപ്പുറത്ത് നിന്ന് വഹി കിട്ടുന്നത്. അത് ഉടനെ വിശ്വസിക്കാം. അത് ശാസ്ത്രീയമായിട്ട് എന്താ പറയണത്, അത് അംഗീകരിക്കും എന്നുള്ള അതൊന്നും മുസ്ലിമിൻ്റെ ലക്ഷണമല്ല, മറിച്ച് അതൊക്കെ ഈ അസുഖമുള്ള ആൾക്കാരുടെ ലക്ഷണം. അതൊരു അജവാകാരക്ക ഒരു സീഹറിൻ്റെ വിഷയം, സീഹറിനെ പറ്റി എന്തെല്ലാം ഗതീഷ് വന്നിട്ട് അതൊന്നും ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞ ആൾക്കാരില്ലേ. ഇപ്പം ഇങ്ങനെ പല വിഷയങ്ങളുണ്ട്. അതുപോലെ അള്ളാഹു രാത്രിയുടെ അവസാന യാമത്തിൽ ഇറങ്ങി വരും. ഇതൊക്കെ വിധേയ കക്ഷികളല്ല, അതൊക്കെ നമ്മുടെ നാട്ടിലും തള്ളുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ഇഷ്ടംപോലെ ഉണ്ട്. ചില ഉദാഹരണങ്ങൾ മാത്രം നിങ്ങളെ സൂചിപ്പിച്ചു എന്നുള്ളൂ. ജസാക്കുമുല്ലാഹു ഖൈറൽ ജസാ. അപ്പോൾ ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മൾ കേട്ടു. സത്യത്തിൽ നമ്മുടെ ബുദ്ധി, നമ്മുടെ അറിവ്, അതിൻ്റെ ഒരു ലിമിറ്റ് മനസ്സിലാക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ആയത്ത് ഖുർആനിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് റൂഹിനെ കുറിച്ച് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പറയാൻ വേണ്ടി അള്ളാഹു പറഞ്ഞു യസ്അലൂനക അനിർ റൂഹ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു റൂഹിനെ കുറിച്ചുള്ള അറിവ് അള്ളാഹുവിന് മാത്രമാണ്. എന്നിട്ട് ആ ആയത്ത് അവസാനിപ്പിക്കുന്നത് വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീല, നിങ്ങൾക്ക് നൽകപ്പെട്ട അറിവ് എന്ന് വളരെ കുറച്ചാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മൾ ജനിച്ചത് മുതൽ നമ്മൾ മരണപ്പെടുന്നത് വരെ നമ്മുടെ കൂടെയുള്ളത് നമ്മുടെ റൂഹാണ്. ആ റൂഹിനെ കുറിച്ച് നിങ്ങൾക്ക് ഒന്നും അറിയില്ല എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. എന്നിട്ടാണ് പറഞ്ഞത് നിങ്ങളുടെ അറിവ് വളരെ തുച്ഛമാണ്. അപ്പോൾ അള്ളാഹുവും റസൂലും പറഞ്ഞ കാര്യങ്ങളെ നമ്മുടെ ഈ ബുദ്ധിയിലിട്ടിട്ട് നമ്മൾ അളന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരു ധിക്കാരമാണ് എന്നുള്ളതാണ് നമ്മളവിടെ മനസ്സിലാക്കേണ്ടത്. സ്വഹീഹായിട്ടുള്ള ഹദീസുകളും ബുദ്ധിയും അതുപോലെ തന്നെ ഖുർആനും ഹദീസും തമ്മിൽ യാതൊരു രൂപത്തിലുള്ള വൈരുദ്ധ്യവും ഉണ്ടാവുകയില്ല എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം. ഏതായാലും നമ്മുടെ സമയം ഏകദേശം മഗ്രിബ് നമസ്കാരത്തിൻ്റെ സമയമായതുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. പഠനങ്ങൾ അവസാനിക്കുന്നില്ല, ഇതൊരു തുടക്കം മാത്രമാണ്. ഹദീസുമായി ബന്ധപ്പെട്ട നമ്മുടെ പഠനങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കണം. ആഴത്തിൽ നമ്മൾ വിഷയങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ചും ഹദീസുമായി ബന്ധപ്പെട്ട ഒരുപാട് തെറ്റിദ്ധാരണകളൊക്കെ അതൊക്കെ പ്രചരിപ്പിക്കപ്പെടുന്ന ഈ ഒരു കാലഘട്ടത്തിൽ തുടർച്ചയായ പഠനം നമുക്ക് അത്യാവശ്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഈ ഒരു വിഷയത്തിൽ നമ്മുടെ കൂടെ പങ്കെടുത്ത നമുക്ക് ഈ അറിവുകൾ പകർന്നു നൽകിയ ഉസ്താദിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു സെഷൻ ഇവിടെ അവസാനിക്കുന്നതായി അറിയിക്കുന്നു. ബാറകല്ലാഹു ഫീക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.